ഹലോ എവരിവൺ, AK ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു ഇന്ന് നിങ്ങൾക്കൊരു അടിപൊളി 3 BHK വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന വീട് തിരുവനന്തപുരം തിരുമല പെരികാവിനടുത്തായിട്ടാണ് വരുന്നത്. തിരുമലയിൽ നിന്നും 3 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. പെരികാവിൽ നിന്നും വിഴവൂർ പോകുന്ന റോഡ് ഒരു 500 മീറ്റർ അകത്തേക്ക് വന്നാൽ ഇവിടേക്ക് എത്താൻ കഴിയും. കണ്ടില്ലേ, ഒരു വിശാലമായ സുന്ദരമായിട്ടുള്ളൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഒരു VIP ഏരിയ ആണ്. ഇതിൽ ഈ വീടും സെയിലായി. ഇനി ഇതും ഈ പണി നടക്കുന്നൊരു വീടും ഇതും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീട് വരുന്നത് 4 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 3 ബെഡ്റൂംസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഈ 3 ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഫ്രണ്ടിലായി തന്നെ ഒരു വീതിയിലുള്ളൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റ് കാണാൻ പറ്റും. ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ഈ ഒരു മുറ്റമാണ്. കണ്ടില്ലേ, എന്ത് വിശാലമായൊരു മുറ്റം തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ മുറ്റത്താണെങ്കിൽ എല്ലാ സൈഡിലും കൃഷിയും ഒരു ലോൺ സെറ്റപ്പ് ഏരിയയും ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, എന്ത് മനോഹരമായ ഒരു ഏരിയ ആണെന്നത്. ഇവിടെ തന്നെയാണ് വീടിൻ്റെ പ്രൈമറി വാട്ടർ സോഴ്സായി കിണർ കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ പൈപ്പ് ലൈൻ കണക്ഷനും അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. കണ്ടില്ലേ, തീർത്ത് നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടേക്ക് വന്നാൽ അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഗാർഡനിങ് സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഗാർഡനിങ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് സിറ്റ് ഔട്ട് ഏരിയ വരുന്നത്. ഇവിടെ ഇത്രയും പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്. ഒരു 2 വലിയ കാറുകളും ബൈക്കും പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ ഡിസൈൻ. കണ്ടില്ലേ, ഫ്രണ്ടിൽ എക്സ്റ്റീരിയറിൽ തന്നെ ഒരുപാട് ടെക്സ്ചറിങ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചറിങ്ങും ടൈൽസും. ഫസ്റ്റ് ഫ്ലോറിലെ ഈ ബാൽക്കണിയാണിത്. അതുപോലെ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ സിറ്റ് ഔട്ട് ഏരിയയും കൊടുത്തിട്ടുള്ളത്. കാണുന്ന പോലെ തീർത്തും മനോഹരമായ ഒരു മോഡേൺ ഡിസൈൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരു മോഡേൺ ബോക്സ് ടൈപ്പ് കണ്ടംപററി ഡിസൈനാണ്. ഇനി ഇവിടേക്ക് വന്നാലാണ് നമുക്ക് ഫ്രണ്ടിലെ സിറ്റ് ഔട്ട് ഏരിയ കാണുന്നത്. കണ്ടില്ലേ, നല്ല വിശാലമായ ഒരു സിറ്റിംഗ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുഴുവനായ ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഈ ഒരു ഏരിയ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വിശാലമായ മുറ്റത്ത് നിന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതവിടെ ഫ്രണ്ടിൽ തന്നെ മനോഹരമായ ഒരു ഫ്രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ വുഡ് വർക്ക്സ് എല്ലാം തന്നെ തേക്കിലും പ്ലാവിലുമാണ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, കയറി വരുമ്പോൾ ഒരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ലിവിങ് സ്പേസിൽ ഒരു TV യൂണിറ്റും മുകളിലായി നല്ല സുന്ദരമായ ഷാൻലിയർ ലൈറ്റ്സും ഫോൾ സീലിംഗ് വർക്ക്സും വെട്രിഫൈഡ് ടൈൽസുമാണ് കൊടുത്തിരിക്കുന്നത്. കജേരയുടെ വെട്രിഫൈഡ് ടൈൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടിപൊളി, കണ്ടില്ലേ. ഏകദേശം ഒരു 11x11 ഫീറ്റ് ഡയമെൻഷൻ ഈ ഒരു ലിവിങ് സ്പേസിൽ കിട്ടുന്നുണ്ട്. ഇനി TV യൂണിറ്റ് ആയാലും നല്ല വലിയൊരു TV യൂണിറ്റിനെ പ്ലേസ് ചെയ്യാൻ കഴിയുന്നൊരു സ്പേസും ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നും ഈ ഒരു സ്പേസാണ് വീടിൻ്റെ ഡൈനിങ് സ്പേസ്. ഇവിടെ നിന്നും അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ പാർട്ടീഷനിങ്ങും ഷോക്കേസിങ് ഓപ്ഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വന്ന ഇവിടെ കണ്ടില്ല, ഒരു വിശാലമായിട്ടൊരു 10 സീറ്റർ ഡൈനിങ് ടേബിൾ അതിന് അറേഞ്ച് ചെയ്യാൻ കഴിയുന്നൊരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയും നേരത്തെ കണ്ടതുപോലെ ഫോൾ സീലിംഗ് വർക്ക്സ് ഉണ്ട്, നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഏകദേശം ഒരു 12x11 ഫീറ്റ് ഡയമെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന സ്റ്റെയർ കേസ് ഏരിയ. ഇതിലേക്ക് വരുന്നതിന് മുൻപായി നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് വരാം. ഇവിടെയാണ് വീടിൻ്റെ മോഡുലർ കിച്ചൺ. വാഷിംഗ് ഏരിയ കണ്ടില്ലേ, ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ജാഗ്വാറിൻ്റെ ആണ്. പറഞ്ഞതുപോലെ തന്നെ ചുറ്റും വുഡൻ തീമും നടുക്കൊരു വൈറ്റ് തീമും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതിലേക്ക് വരുന്നതിന് മുൻപായി ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് വരാം. ബെഡ്റൂം കണ്ടില്ലേ, നല്ല വിശാലമായ ഒരു 12 ഫീറ്റ്/8 ഫീറ്റാണ് ഈ ബെഡ്റൂമിന് ഡയമെൻഷൻ കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിൽ മൊത്തം 3 ബെഡ്റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസും. ഇതിൽ വാർഡ്രോബ് കണ്ടിട്ട് നല്ല സ്പേഷ്യസ് ആയ ഒരു വാർഡ്രോബ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കാണാൻ പറ്റും. വീടിനുള്ളിൽ 3 ബെഡ്റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂംസ് അവൈലബിൾ ആണ്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ വന്നാൽ കണ്ടാൽ നമുക്ക് സെറയുടെ ഫിറ്റിങ്സ് ആണ് ബാത്റൂംസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് ഷവർ ആണ്, ഇവിടെ റെയിൻ ഷവർ ഉണ്ട്, ഗീസർ പ്രൊവിഷൻസ് ഉണ്ട്, മറ്റ് മോഡേൺ അമിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് എക്സോസ്റ്റ് ഫാൻസ് വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, അതെന്തായാലും ഇൻക്ലൂഡ് ചെയ്തിരിക്കും. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതിന് മുമ്പായി ഗ്രൗണ്ട് ഫ്ലോറിൽ ആ ഒരു മോഡൽ ഓപ്പൺ കിച്ചൺ കണ്ടിട്ട് വരാം. കണ്ടില്ലേ, ഫുള്ളൊരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റും എൻട്രൻസിൽ തന്നെ ഒരു ഷോക്കേസിങ് ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് വന്നാൽ കാണുന്ന ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബാണ്. ഇവിടെ താഴെയും മുകളിലുമായിട്ട് ഒരുപാട് സ്റ്റോറേജ് പ്രൊവിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടൊരു ഫോൾ സീലിംഗ് വർക്ക്സ് നമുക്കിവിടെ കാണാം.
പിന്നെ കണ്ടില്ലേ 2 അടിപൊളി ഒരു ഡിസൈൻ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു കിണറിരിക്കുന്ന സ്പേസ്. കണ്ടില്ലേ, ഈ കിണറിരിക്കുന്ന സ്പേസിലേക്കാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റെയർ കേസ് വഴി ഫസ്റ്റ് ഫ്ലോറിൽ കണ്ടിട്ട് വരാം. ഈ ഫസ്റ്റ് ഫ്ലോറിൽ കയറുന്ന ഈ ഒരു വോള് മുഴുവനായിട്ട് ടെക്സ്ചർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലോറിങ്ങിൽ മുഴുവൻ തടിയുടെ തീമിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് നോക്കിയാൽ ഒരു സീ ത്രൂ ഗ്ലാസും ഓപ്പണിങ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസൈനും ഹാങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഇതുവഴി ഇങ്ങനെ ലൈറ്റ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നാൽ കാണുന്ന പോലെ ഈ ഒരു ലിവിങ് സ്പേസിലേക്കാണ് എത്തുന്നത്. ഇവിടെ നല്ലൊരു സിറ്റിംഗ് സ്പേസിനെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി വരുന്ന ഒരു സ്പേസ്. പിന്നെ ഇവിടെ നിന്ന് തിരിഞ്ഞ് നോക്കിയാൽ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ബ്രോഷസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് സ്പേസ്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഇനി 2 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും ഇവിടെ ആയിട്ട് ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് ബെഡ്റൂം. കണ്ടില്ലേ, ഗ്രൗണ്ട് ഫ്ലോർ കണ്ടതുപോലെ തന്നെയാണ്. ഗ്രൗണ്ട് ഫ്ലോർ കണ്ടതുപോലെ തന്നെ ഈ ബെഡ്റൂമിനും 12x8 ഫീറ്റ് ഡയമെൻഷൻ തന്നെ കിട്ടുന്നുണ്ട്. നല്ലൊരു സ്പേഷ്യസ് റൂം തന്നെയാണ്. ഈ ഒരു വീടിരിക്കുന്നത് തിരുവനന്തപുരത്തെ തിരുമലയിൽ നിന്നും വേറെ ഒരു 3 കിലോമീറ്റർ മാറി പെരികാവ് എന്ന സ്ഥലത്താണ്. പെരികാവിൽ നിന്നും ജസ്റ്റ് സഞ്ചരിച്ച വീട്ടിലേക്ക് എത്താൻ കഴിയും. പെരികാവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഡയറക്റ്റ് ബസ് റൂട്ട് അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി. കാണുന്നത് പോലെ നല്ലൊരു വിശാലമായ ബാൽക്കണി തന്നെ ഇവിടെ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഒരു സിറ്റ് ഔട്ട് ഏരിയയ്ക്ക് സിമിലർ ആയിട്ടാണ് ഇതും ചെയ്തിരിക്കുന്നത്. ആ ഒരു സിമിലർ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ എത്ര നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടൊരു സ്ഥലമാണെന്ന്. ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സ് കാണാം, താഴെ ഫ്ലോറിങ്ങും കാണാം. പക്ഷേ ഈ ഒരു സ്പേസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു നാച്ചർ കണ്ടോ, ഒരു ഈവനിങ് ആകുമ്പോൾ നല്ല ലൈറ്റ്, എൻ്റെ കയ്യിൽ ലൈറ്റ് അടിക്കുന്നുണ്ടോ, സൂര്യൻ്റെ ഒരു സൺറൈസിൻ്റെ ടൈമിലുള്ള ലൈറ്റും ഇവിടെ ഒരു ചായ കുടിച്ചിരിക്കാൻ നല്ല രസമാണ്. ഈ ഒരു വഴിയിലൂടെ മെയിൻ റോഡിലേക്ക് എത്താൻ കഴിയും. അവിടെ നിന്ന് ബസ് റൂട്ട് അവൈലബിൾ ആണ്. ഈ വിശാലമായ 4 സെൻറ്റ് സ്ഥലത്തിൽ 1500 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 3 ബെഡ്റൂംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മോഡേൺ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്നത് 64 ലക്ഷം രൂപയാണ്. ഇത് തീർത്തും നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിനായി 80% വരെ നമുക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഈ വീട് കാണുവാനും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ അറിയുന്നതിനായി താഴെ കൊടുത്ത ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.